23 വാർഡുകളിലും മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണ സദസ്സുകളും ഹരിതസഭകളും ജനകീയ ചർച്ചകളും സംഘടിപ്പിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ 23 വാർഡുകളിലും 3 ഘട്ടങ്ങളിലായി ജനകീയ ശുചീകരണം നടത്തി. വിദ്യാർത്ഥികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ യുവസംഘടനാ പ്രവർത്തകരും നേതാക്കളും ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായത് ജനങ്ങൾക്ക് ആവേശം പകർന്നു. പഞ്ചായത്ത് പരിധിയിലെ പള്ളി കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ, മദ്രസ കമ്മിറ്റികൾ അവരുടെ സ്ഥാപനങ്ങളും പരിസരങ്ങളും ശുചീകരിക്കുന്നതിനും പഞ്ചായത്ത് മുന്നോട്ട് വെച്ച പദ്ധതികളുമായി സഹകരിക്കുന്നതിനും മുന്നോട്ട് വന്നു. പഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിന് എണ്ണയിട്ട യന്ത്രം പോലെ അങ്ങേയറ്റം പരിശ്രമിക്കുന്നത് 44 അംഗ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. 14 മിനി MCFകളും 2 വലിയ MCFകളും 1 പിക്കപ്പ് വാഹനവും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കു വേണ്ടി ഒരുക്കി തയ്യാർ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരും ശുചിത്വ മിഷനുമൊക്കെ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് വലിയ മാറ്റം ആ രംഗത്തുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അത് മാലിന്യമുക്തമാക്കിയിട്ടുണ്ട്. അത് മാലിന്യമുക്തമാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നടത്താനുള്ളത്. നിങ്ങളുടെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ നാട് മനോഹരമായി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, അഭിവാദ്യം. സുന്ദരമാണ്. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ശുചിത്വത്തിനായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തും സർക്കാരും കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും നീട്ടി വരണ്ടു പുഴകൾ സർവവും കാറ്റുപോലും പടക്കി കാത്തു നിൽക്കും നാളുകൾ ഇവിടെ എന്നെൻ പിറവി എന്നായി വിത്തുകൾ തന്മന്ത്രണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ?